നമസ്കാരം. പുരാണകാലത്ത് കൈലാസത്തെയും തിരുക്കോടിക്കാവൽ എന്ന പ്രദേശത്തെയും ഒരു തുലാസിൽ വെച്ച് തൂക്കിയപ്പോൾ തിരുക്കോടിക്കാവൽ ഒരു നെല്ലിട താഴ്ന്നു നിന്നെന്നും തന്റെ തിരുമേനിക്ക് സമമായ സ്ഥലമെന്ന് ശ്രീപരമേശ്വരൻ പ്രസ്താവിച്ചെന്നും തിരുക്കോടിക്ക എന്ന ശബ്ദം കേട്ട ആളുകളെ പോലും ശിക്ഷിക്കാനുള്ള അധികാരം യമധർമ്മനില്ലെന്നും സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്ന ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം ശ്രീ ത്രിപുരസുന്ദരി സമേത തിരുക്കോടീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ജില്ലയിൽ തിരുക്കോടിക്കാവൽ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീ പരമേശ്വരൻ, കോടീശ്വരർ, വേദ്രവനേശ്വരർ, കോടികാനാഥർ എന്നീ നാമങ്ങളിലും ശ്രീ പാർവതി, ത്രിപുരസുന്ദരി, വടിവാംബികെ എന്നീ നാമങ്ങളിലും അനുഗ്രഹം ചൊരിയുന്നു. തിരുക്കോടിക്കാവൽ എന്ന ഈ പുണ്യക്ഷേത്രത്തിന് ഭാവക ക്ഷേത്രം എന്നും നാമമുണ്ട്. ഈ ക്ഷേത്രത്തിനരികിലൂടെ കാവേരി നദി ഉത്തരവാഹിനിയായി ഒഴുകുന്നതിനാൽ കാർത്തിക മാസം ഞായറാഴ്ചകളിൽ നീരാടി മൂലവർ സൂര്യകോടീശ്വരരെ പ്രാർത്ഥിച്ചാൽ ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങളും ശാപങ്ങളും ദോഷങ്ങളും മാറുമെന്നാണ് വിശ്വാസം. ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ളതും കാവേരി നദിയുടെ വടക്ക് കരയിലുള്ളതുമായ 274 പ്രശസ്ത ശിവക്ഷേത്രങ്ങളിൽ 31ാമത്തേതാണ് തിരുക്കോടിക്കാവൽ കോടീശ്വരർ തിരുക്കോവിൽ. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരിൽ അപ്പർ, സമ്പന്തർ, സുന്ദരർ എന്നിവർ ദേവാരംപാടിൽ ഇവിടുത്തെ മൂലവരെക്കുറിച്ച് പതികം പാടിയിട്ടുണ്ട്. ശക്തി ഉപാസകൻ ഭാസ്കരാചാര്യർ സൗഭാഗ്യ ഭാസ്കരം എന്ന പേരിൽ ലളിതാ സഹസ്രനാമം വിവർത്തനം ചെയ്തത് ഈ ക്ഷേത്രത്തിലാണ്. കാവൽ എന്നവസാനിക്കുന്ന തമിഴ്നാട്ടിലെ പ്രശസ്തമായ 5 ക്ഷേത്രങ്ങളെ പഞ്ചകാ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നു. കാ എന്നാൽ അഴകുള്ള തോട്ടം എന്നാണ് അർത്ഥം. പഞ്ചകാ ക്ഷേത്രങ്ങളാണ് തിരുച്ചിക്കരികിലുള്ള തിരുവാനേക്കാവൽ, സീർഗാഴിക്കരികിലുള്ള തിരുക്കോലക്കാവൽ, തിരുത്തുറപ്പൂണ്ടിക്കരികിലുള്ള തിരുനെല്ലിക്കാവൽ, മയിലാടുതുറയിലുള്ള തിരുക്കുറക്കാവൽ, കുംഭകോണം സൂര്യനാർകോവിൽ വഴിയിൽ കഞ്ചനൂരിനടുത്തുള്ള തിരുക്കോടിക്കാവൽ. ത്രികോടി, അതായത് 3 കോടി മന്ത്രദേവതകൾക്കും ഋഷീശ്വരന്മാർക്കും ശാപം മാറി സായുജ്യ പദവി ലഭിച്ച സ്ഥലമെന്നതിനാൽ ഈ പ്രദേശം തിരുക്കോടിക്കാവൽ എന്നും ഭഗവാന് തിരുക്കോടീശ്വരർ എന്നും നാമം ലഭിച്ചു. ഈ സ്ഥലത്ത് ചെയ്യുന്ന ധ്യാനം, ഹോമം, ജപം എല്ലാറ്റിനും 3 ഇരട്ടി ഫലം എന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ത്രേതായുഗത്തിൽ 3 കോടി ഋഷീശ്വരന്മാരും 3 കോടി മന്ത്രദേവതകളും സായുജ്യ പദവി ആഗ്രഹിച്ച് വെങ്കിടഗിരിയിൽ ശ്രീമന്നാരായണനെ മന്ത്രാർച്ചന ചെയ്തുകൊണ്ടിരുന്നു. ഇത് മനസ്സിലാക്കി അവിടെ എത്തിയ ദുർവാസാവ് മഹർഷി മന്ത്രശക്തിയാലോ തപസ്സിനാലോ ലഭിക്കുന്ന ഒന്നല്ല സായുജ്യ പദവിയെന്നും ഗുരുമുഖത്തു നിന്നും നേടുന്ന ആധ്യാത്മിക വിദ്യയാലും ശ്രീപരമേശ്വരന്റെ അനുഗ്രഹത്താലും മാത്രം ലഭിക്കുന്നതാണ് സായുജ്യ പദവിയെന്നും അവരെ ഉപദേശിച്ചു. മന്ത്രദേവതകളായ തങ്ങൾക്ക് സാധ്യമല്ലാത്ത ഒന്നല്ല സായുജ്യ പദവി എന്ന് അഹങ്കാരത്തോടെ ദേവതകൾ പറഞ്ഞപ്പോൾ തന്നെയും ബ്രഹ്മവിദ്യയെയും അവമാനിച്ച കാരണത്താൽ പല ജന്മങ്ങൾ പിറന്ന് കഷ്ടപ്പെട്ട് മാത്രം നിങ്ങൾ മുക്തിയടയുമെന്നും എന്നാൽ അത് വെങ്കിടഗിരിയിൽ സാധ്യമല്ലെന്നും അവരെ ശപിച്ചുകൊണ്ട് ദുർവാസാവ് മഹർഷി കടന്നുപോയി. എന്നാൽ 3 കോടി ഋഷികൾ ദുർവാസാവ് മഹർഷിയെ പിന്തുടർന്ന് കാശിയിലെത്തി അവിടെ മണികർണികയിൽ നീരാടി ടുണ്ടുഗണപതി, കാശി വിശ്വനാഥർ, വിശാലാക്ഷി, കാലഭൈരവർ എന്നിവരെ ദർശനം ചെയ്തു. മഹർഷിമാർക്ക് എന്ത് ഉപദേശിക്കണം എന്ന് ചിന്തിച്ച ദുർവാസാവ് മഹർഷിയുടെ സ്വപ്നത്തിൽ കാശി വിശ്വനാഥർ തിരുക്കോടീശ്വരരായി ദർശനം കൊടുത്ത് മഹർഷിമാർക്ക് പഞ്ചാക്ഷരി മന്ത്രവും ആധ്യാത്മിക വിദ്യയും ഉപദേശിക്കാനും 1 മാസം കാശിയിൽ തങ്ങിയ ശേഷം ഋഷിമാരെയും കൂട്ടി പുരാണങ്ങളിൽ വേദ്രവനം എന്നറിയപ്പെട്ടിരുന്ന തിരുക്കോടിക്കാവലിലേക്ക് വരാനും നിർദ്ദേശിച്ചു. അപ്രകാരം ചെയ്ത ദുർവാസാവ് മഹർഷി തിരുക്കോടിക്കാവലിലുള്ള സിരുങ്കോദ്ഭവ തീർത്ഥത്തിൽ ഋഷിമാരെ നീരാടിച്ച് ഒരു കൈയളവ് ജലവും എടുത്ത് മന്ത്രദേവതകൾ തപസ് ചെയ്യുന്ന തിരുമയിലയിലെത്തി. അന്നേരം അവർക്ക് ദർശനം കൊടുത്ത തിരുക്കോടീശ്വരരുടെയും ത്രിപുരസുന്ദരി തായാർക്കും മുന്നിൽ വെച്ച് കയ്യിലെ ജലം മഹർഷിമാരുടെ മേലെ തെളിച്ചതും ഒരു ജ്യോതി ഉദ്ഭവിച്ച് മുനീശ്വരന്മാരെല്ലാം അതിൽ ഐക്യമായി സായുജ്യ പദവി നേടി. ഇത് കണ്ട മന്ത്രദേവതകൾ ദുർവാസാവ് മഹർഷിയോട് താങ്കളുടെ പ്രയത്നത്താലോ മഹേശ്വരന്റെ അനുഗ്രഹത്താലോ അല്ല ഋഷികൾക്ക് മുക്തി ലഭിച്ചത്, അവരുടെ കർമ്മഫലം കൊണ്ട് മാത്രമാണെന്നും തങ്ങൾക്ക് ഏതുവിധേനയും ശ്രീമന്നാരായണൻ സായുജ്യ പദവി നൽകുമെന്നും പറഞ്ഞപ്പോൾ മന്ത്രദേവതകളുടെ അഹങ്കാരം അടങ്ങിയിട്ടില്ലെന്ന് മനസ്സിലാക്കി ദുർവാസാവ് മഹർഷി അതീവ കോപത്തോടെ അവിടെ നിന്നും പോയി. സ്വാമി പുഷ്കരണിയിൽ തപസ് ചെയ്യുകയായിരുന്ന ത്രികോടി മന്ത്രദേവതകൾക്ക് പല തടസ്സങ്ങളും അനുഭവപ്പെട്ടതിനാൽ അവർ പത്രികാചരം, നൈമിഷാരണ്യം, ദ്വാരക, കോഷ്ടിപുരം മുതലായ സ്ഥലങ്ങളിൽ ചെന്ന് തപസ് തുടർന്നു. ഓരോ സ്ഥലത്ത് അവർ തപസ് ചെയ്യുമ്പോഴും ശ്രീമന്നാരായണൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ദുർവാസാവ് മഹർഷിയെ അപമാനിച്ചതിനാൽ നിങ്ങൾക്ക് മുക്തി തരാനാവില്ല, അതിനാൽ ശ്രീപരമേശ്വരനെ തപസ് ചെയ്യുക എന്ന് നിർദ്ദേശിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി നിന്ന മന്ത്രദേവതകൾക്ക് മുന്നിൽ നാരദ മഹർഷി എത്തി ശ്രീപരമേശ്വര പ്രകാശത്താൽ മാത്രമേ സായുജ്യ പദവി ലഭിക്കുകയുള്ളൂ എന്ന് ഉപദേശിച്ചപ്പോൾ ദുർവാസാവിനോടെന്ന പോലെ നാരദ മഹർഷിയോടും മന്ത്രദേവതകൾ മതിപ്പില്ലാതെ സംസാരിച്ചു. ഇത് കേട്ട നാരദർ ഇനിയും 100 ജന്മങ്ങൾ ബ്രാഹ്മണരായി പിറന്ന് അവസാന ജന്മത്തിൽ മാത്രമേ നിങ്ങൾക്ക് ശ്രീമന്നാരായണന്റെ അനുഗ്രഹത്താൽ സായുജ്യ പദവി ലഭിക്കുകയുള്ളൂ എന്ന് ശപിച്ച് അവിടം വിട്ടുപോയി. ഇത് ശ്രവിച്ച് എന്നാണെങ്കിലും സായുജ്യ പദവി ലഭിക്കുമല്ലോ എന്ന ഒരൽപ്പം സമാധാനത്തോടെ മന്ത്രദേവതകൾ ബ്രാഹ്മണ ജന്മമെടുത്ത് 108 ദിവ്യദേശങ്ങളിലും തപസ് ചെയ്ത് ഒടുവിൽ ശ്വേതദ്വീപിൽ വന്ന് തപസ് ആരംഭിച്ചു. അവരുടെ തീവ്ര തപസ്സിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഭഗവാൻ മഹാവിഷ്ണു വീരഭദ്രരോട് അഭിപ്രായം ആരാഞ്ഞു. വീരഭദ്രർ തിരുക്കോടിക്കാവലിന്റെ മഹിമയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു.
വേദ്രവനത്തിൽ ഭാവക ക്ഷേത്രം എന്നൊന്നുണ്ട്. അവിടെ പിപ്പലവൃക്ഷമാണ് കൂടുതൽ. ശ്രീ പരമേശ്വരൻ ത്രിപുരസുന്ദരിയോടൊപ്പം തിരുക്കോടീശ്വരർ എന്ന നാമത്തോടെ വിളങ്ങുന്നു. അവിടെ നന്ദിയിൻ കൊമ്പിനാൽ ഉണ്ടായ ശൃംഗോദ്ഭവ തീർത്ഥം, ചന്ദ്രഗുപ്ത തീർത്ഥം, യമതീർത്ഥം, വരുണതീർത്ഥം, കുബേരതീർത്ഥം, ദുർഗാതീർത്ഥം, കാളിതീർത്ഥം, ഭൂതതീർത്ഥം, നിരതി തീർത്ഥം എന്നിങ്ങനെയുള്ള തീർത്ഥങ്ങളുണ്ട്. അവിടെ ശ്രീപരമേശ്വരനെ ആരാധിച്ച് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന പുരുഷാർത്ഥ ദേവതകളും സപ്തഋഷികളും സനകാദി മുനിമാരും എണ്ണമറ്റ ദേവതകളും സിദ്ധി കൈവരിച്ചിട്ടുണ്ട്. ശ്രീരാമന്റെയും ബലരാമന്റെയും പരശുരാമന്റെയും ബ്രഹ്മഹത്യാ ദോഷം മാറ്റിയ സ്ഥലവും ദക്ഷയാഗത്തിൽ പലരെ വധിച്ചതിനാൽ തനിക്ക് ഏർപ്പെട്ട ശാപവും മാറ്റിയ ക്ഷേത്രമാണ് തിരുക്കോടിക്കാവൽ എന്ന് വീരഭദ്രർ ശ്രീമന്നാരായണനോട് ഉര ചെയ്യവേ ശ്രീമൻ മഹാവിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം 3 കോടി മന്ത്രദേവതകൾ തിരുക്കോടിക്കാവലിലെത്തി ശ്രീപരമേശ്വരനെ പ്രാർത്ഥിച്ച് ശാപങ്ങൾ മാറ്റി സായുജ്യ പദവി അടഞ്ഞു എന്നാണ് ഐതിഹ്യം. ആദിശൈവ രുദ്രസംഹിത എന്ന ശിവപുരാണത്തിൽ സായുജ്യകാണ്ഡത്തിൽ 33 അധ്യായങ്ങളിൽ വിവരിക്കപ്പെട്ടിട്ടുള്ള ഈ കഥ സൂത മഹർഷി സനകാദി മുനിമാർക്ക് ഉപദേശിച്ചതായാണ് പുരാണങ്ങളിൽ പരാമർശം. തിരുക്കോടിക്ക എന്ന ശബ്ദം കേട്ടവരെ കൂടി മരണാനന്തരം ശിക്ഷിക്കാനുള്ള അവകാശം യമധർമ്മനില്ലെന്നും തിരുക്കോടിക്കാവൽ എന്ന പ്രദേശത്തെ കാൽ കൊണ്ട് സ്പർശിച്ചവരോട് യമധർമ്മന് അടുക്കാൻ പറ്റില്ലെന്നും ഒരു ഐതിഹ്യമുണ്ട്. ശിവപുരാണം 12-ാം അധ്യായത്തിലുള്ള ഈ സംഭവകഥ ഇപ്രകാരമാണ്. ലോകകാന്ത എന്ന സ്ത്രീ നീതിന്യായം മറന്ന് ജീവിച്ച് ഭർത്താവിനെ വധിച്ച് ഒടുവിൽ തന്റെ ജീവിതാവസാന കാലത്ത് തിരുക്കോടിക്കാവലിൽ വന്ന് താമസിച്ച് മരണമടഞ്ഞു. യമൻ അവളെ ശിക്ഷിക്കാനായി നരകലോകത്തേക്ക് കൊണ്ടുപോയി. ശിവദൂതന്മാർ ഇത് തടഞ്ഞു. യമധർമ്മൻ ശിവഭഗവാനോട് പരാതിപ്പെട്ടപ്പോൾ തന്റെ സ്ഥലമായ തിരുക്കോടിക്കാവലിനോട് സംബന്ധമുള്ളവരെ ശിക്ഷിക്കാൻ യമന് അധികാരമില്ലെന്നും ഇവിടെ വരുന്നവരെ യമൻ കണ്ണുകൊണ്ടുകൂടി നോക്കാൻ പാടില്ലെന്നും ശിവഭഗവാൻ ഉത്തരവിട്ടതായാണ് പുരാണങ്ങളിൽ പരാമർശം. ഭാവകക്ഷേത്രമായ തിരുക്കോടിക്കാവലിൽ സ്നാന ജപ തപ ധ്യാനങ്ങൾ ചെയ്തവരെ താൻ ഒന്നും ചെയ്യില്ലെന്ന് യമധർമ്മൻ സത്യം ചെയ്തെന്നും ഒടുവിൽ ലോകകാന്ത മുക്തിയടഞ്ഞുവെന്നുമാണ് കഥ. കാശിയെപ്പോലെ മരണഭയമില്ലാത്ത ക്ഷേത്രമാണ് തിരുക്കോടിക്കാവൽ. ഇവിടെ ദുർമരണങ്ങൾ നടന്നതായി അറിവില്ല. ഇവിടെ ജീവിച്ചു മരിക്കുന്നവരുടെ അവസാനകാലം സമാധാനപൂർണ്ണമായിരിക്കും എന്നാണ് പറയുന്നത്. ഇത് സാധൂകരിക്കുന്ന വകയിൽ ഈ ക്ഷേത്രത്തിൽ രുദ്രഭൂമി, അതായത് ശ്മശാനമില്ല. മരിച്ചവരുടെ മൃതദേഹം കാവേരി നദിക്ക് അക്കരെയുള്ള ഗ്രാമത്തിലാണ് അടക്കം ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ യമധർമ്മന്റെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട നിലയിലാണ് പ്രതിഷ്ഠ. വേറൊരു ഐതിഹ്യം, ഹർദത്തർ എന്ന വൈഷ്ണവ കുലത്തിൽ പിറന്ന ബ്രാഹ്മണൻ ജന്മന തീവ്ര ശിവഭക്തനായിരുന്നു. ദിനവും തിരുവാലങ്കാട് നിന്ന് തുടങ്ങി തിരുക്കോടിക്കാവൽ വരെ 7 ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു നാൾ രാത്രി പൂജ കഴിഞ്ഞ് കഞ്ചനൂർ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ പെരുമഴയായതിനാൽ തിരുക്കോടിക്കാവലിലേക്ക് അർദ്ധയാമ പൂജയ്ക്ക് പോകാനാവുന്നില്ലല്ലോ എന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടു. ആ സമയത്ത് ഒരു കീഴ്ജാതിക്കാരൻ യുവാവ് അവിടെ എത്തി ഒരു വടി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത് അതിന്റെ ഒരറ്റത്ത് പിടിക്കുവാൻ നിർദ്ദേശിച്ചു. വേറെ അറ്റത്ത് യുവാവും പിടിച്ചുകൊണ്ട് വഴികാട്ടിയായി മുന്നിൽ നടന്നു. കാഴ്ചശക്തി കുറവായിരുന്ന ഹർദത്തർ അപ്രകാരം നടന്ന് തിരുക്കോടിക്കാവൽ ക്ഷേത്രത്തിലെത്തി. നന്ദി സൂചകമായി യുവാവിന് കഞ്ചനൂരിലെ പ്രസാദം ഹർദത്തർ കൊടുത്തു. പിറ്റേന്ന് രാവിലെ തിരുക്കോടിക്കാവൽ ക്ഷേത്രത്തിൽ ഭഗവാന്റെയും അമ്പാളുടെയും വിനായകരുടെയും മുരുകന്റെയും സന്നിധിക്ക് മുന്നിൽ കഞ്ചനൂരിലെ പ്രസാദം കണ്ട് ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു. ഹർജൻ യുവാവായി വന്നത് തിരുക്കോടീശ്വരർ എന്നതിന് വേറൊരു ഉദാഹരണമില്ല. 1800 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും 5 നില രാജഗോപുരത്തോടും കിഴക്ക് ദർശനമായി കാണപ്പെടുന്ന തിരുക്കോടിക്കാവൽ കോടീശ്വരർ തിരുക്കോവിൽ പല്ലവരുടെ ഭരണകാലത്ത് നന്ദിവർമ്മൻ ചെങ്കല്ലാൽ ഗർഭഗൃഹം നിർമ്മിച്ചതായാണ് കണക്കാക്കുന്നത്. പിന്നീട് ചോഴർകാലത്തിൽ കണ്ഠരാദിത്യന്റെ ഭാര്യ സെമ്പിയൻ മാദേവി കരിങ്കല്ലാൽ പുനർനിർമ്മാണം ചെയ്തതായാണ് ചരിത്രം. പിന്നീട് പാണ്ഡ്യന്മാരും നായ്ക്കർ രാജാക്കന്മാരും ക്ഷേത്രത്തിനായി തിരുപ്പണികൾ ചെയ്തിട്ടുണ്ട്. ദിനവും 5 കുടം വെള്ളം കാവേരി നദിയിൽ നിന്ന് കൊണ്ടുവന്ന് അഭിഷേകം നടത്താനും നന്ദവനം വളർത്തി സ്വാമിക്ക് അർച്ചനയ്ക്കുള്ള പൂക്കൾ ശേഖരിക്കാനും സ്വാമിക്ക് പൂശാനുള്ള പുണുക് ലേപനത്തിനായി പുണുക് പൂച്ചകളെ കോവിലിൽ വളർത്താനും ഏർപ്പാട് ചെയ്തതായി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച 50 ശിലാഫലകങ്ങളിൽ ചിലതിലുണ്ട്. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ ഇരുവശത്തും ഭംഗിയുള്ള ചുമർ ശില്പങ്ങൾ, കൊടിമര വിനായകർ, നന്ദി. ഇടതുഭാഗത്ത് അഗസ്ത്യ മഹർഷി, ബലിപീഠം, നന്ദി ഭഗവാൻ, പഞ്ചമൂർത്തി അലങ്കാര മണ്ഡപം. ഈ ക്ഷേത്രത്തിലെ കരയേറ്റ് വിനായകർ അഗസ്ത്യ മഹർഷി പ്രതിഷ്ഠിച്ചതാണെന്നാണ് വിശ്വാസം. 3 കോടി മന്ത്രദേവതകൾ ഇവിടെ തപസിരുന്നപ്പോൾ കാവേരിയിൽ വെള്ളം കൂടുതലായതിനെ തുടർന്ന് അഗസ്ത്യ മഹർഷി മണൽ കൊണ്ട് ഒരു വിനായകരെ സൃഷ്ടിക്കുകയും വിനായകർ മന്ത്രദേവതകളെ 6 കടക്കാൻ സഹായിച്ചതിനാൽ വിനായകർ കരയേറ്റ് വിനായകരായി. അതല്ലാതെ തിരുക്കടയൂരിൽ യമനെ ശ്രീപരമേശ്വരൻ വധിച്ചപ്പോൾ കാലില്ലാതായതിനാൽ ഭൂമിക്ക് ഭാരം താങ്ങാനാവാതെ രക്ഷയ്ക്കായി ദേവന്മാർ വന്നപ്പോൾ യമന് വീണ്ടും ജീവൻ കൊടുക്കാൻ വിനായകർ സഹായിച്ചതായും കഥയുണ്ട്. ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ വിനായകർക്ക് നിത്യാഭിഷേകമില്ല. മന്ത്രദേവതകൾ വിനായകർക്ക് സഹസ്രനാമാർച്ചന ചെയ്ത ഐതിഹ്യത്താൽ ക്ഷേത്രത്തിൽ 1000 മലർകൾ കൊണ്ട് സഹസ്രനാമാർച്ചന ചെയ്താൽ എല്ലാ ദോഷങ്ങളും മാറും എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ ബാലശനി ശിരസിൽ ശിവലിംഗത്തോടെ കാക്കയ്ക്ക് പകരം ഗരുഡവാഹനവുമായി നിലകൊള്ളുന്നു.
ആയുൾകാരകനായ ശനീശ്വരനും ആയുസ്സെടുക്കുന്ന യമധർമ്മനും നേർക്കുനേർ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതേപോലെ ചിത്രഗുപ്തനും ദുർവാസാവു മഹർഷിയും. കൈലാസത്തിന് തുല്യമായ ഈ ക്ഷേത്രത്തിൽ പ്രധാന കരുവറയിൽ 3 നില രാജഗോപുരത്തിനു കീഴെ മൂലവർ ശ്രീ പരമേശ്വരൻ കോടീശ്വരർ എന്ന നാമത്തിൽ ശിവലിംഗ തിരുമേനിയായി അനുഗ്രഹം ചൊരിയുന്നു. ഭഗവാനെ ദർശിച്ച് പ്രാർത്ഥിച്ചാൽ ആയുർദോഷം നീങ്ങും, മുജ്ജന്മ പാപങ്ങൾ തീർന്ന് മോക്ഷപ്രാപ്തി എന്നതാണ് പരക്കെയുള്ള വിശ്വാസം. ദേവി ശ്രീപാർവതി ത്രിപുരസുന്ദരി എന്ന നാമത്തിൽ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് പ്രത്യേകം സന്നിധിയിൽ നിലകൊള്ളുന്നു. വൈഷ്ണവ ആഴ്വാറുകൾക്ക് ശംഖചക്രധാരിയായി മഹാവിഷ്ണുവായി ദർശനം കൊടുത്ത അമ്പാളാണിത്. ഈ വലിയ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠകളെ കൂടാതെ നർത്തന വിനായകർ, ആടിപ്പൂര അമ്മൻ, നടരാജർ, കാരക്കാലമ്മയാർ, ചിത്രഗുപ്തർ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, പറവേനാച്ചിയാർ, സംഗിലിയാർ, ദക്ഷിണാമൂർത്തി, കരയേറ്റ് വിനായകർ, നാഗർ, വിശ്വനാഥർ, വിശാലാക്ഷി, ഏകാംബരേശ്വരർ, കാമാക്ഷി, വള്ളിദേവ്യാനി സമേത ഷൺമുഖേശ്വരർ, 4 വേദലിംഗങ്ങൾ, ഗജലക്ഷ്മി, വടുകഭൈരവർ, സൂര്യൻ, ചന്ദ്രൻ, ലിംഗോദ്ഭവർ, ബ്രഹ്മാവ്, ചണ്ഡികേശ്വരർ, അഷ്ടദുർഗ എന്നിങ്ങനെയുള്ള ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം പിരമ്പ് മരം. ക്ഷേത്രതീർത്ഥം സിരുങ്കോദ്ഭവ തീർത്ഥം, കാവേരി നദി. ആഗമവിധി പ്രകാരമുള്ള 4 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. വിനായക ചതുർത്ഥി, നവരാത്രി, കന്ദഷഷ്ഠി, തൃക്കാർത്തിക, മകരസംക്രാന്തി, ശിവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. പൂജാസമയം രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4:30 മണി മുതൽ രാത്രി 8:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കുംഭകോണത്ത് നിന്ന് 19 കിലോമീറ്റർ, മയിലാടുതുറയിൽ നിന്ന് 17 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മയിലാടുതുറ, കുംഭകോണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.